ജുമാ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ ഇഷ്ടാനുസരണമാവാന്നാണ്. അങ്ങനെ സ്ഥലം പറയരുത്. ജുമാ സംഘടിപ്പിക്കൽ നിർബന്ധമാവുന്നത് അത് നിർബന്ധമായതുകൊണ്ടാണല്ലോ. ജുമാ നിർബന്ധമല്ലേ, പിന്നെ എന്തിനാ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്? ജുമാ തന്നെ ഒരാൾ ഒറ്റക്ക് നടത്തല്ല, സംഘടിപ്പിക്കൽ എന്നല്ലേ. സംഘടിപ്പിക്കണമെങ്കിൽ നമ്മളെ മദ്ഹബ് പ്രകാരം 40 ആള് വേണം. അപ്പൊ ആ 40 ആളുകൾ കൂടിക്കൊണ്ട് നടത്തേണ്ട ഒരു ജുമാ പങ്കെടുക്കാണ്ടാത്തവർക്കൊന്ന് പങ്കെടുക്കണ്ടെന്ന് എല്ലാവരും പോയാൽ പിന്നെ ഇങ്ങനെ സംഘടിപ്പിക്കണ നിർബന്ധ ബാധ്യത കിട്ടുക. അപ്പൊ സംഘടിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് പറയുമ്പം തന്നെ നബിയുടെ കാലത്തും ശേഷം ഖലീഫമാരുടെ കാലത്തും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് ജുമാ നിർവഹിക്കലാണ്. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ശേഷം ജുമാ നിർവഹിക്കലാണ്. പക്ഷേ മദീനയുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ദൂരപ്രദേശത്തെ ആൾക്കാർക്ക് ജുമുഅക്ക് രണ്ടാമതും കൂടി വരാൻ ഹാജരാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട്, അങ്ങനെ പ്രയാസമുള്ളവർ ഉദ്റുകാരായതുകൊണ്ട് വരേണ്ടതില്ല എന്നോ, അല്ലെങ്കിൽ അവർക്ക് ഈ ജുമുഅ രണ്ടും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ നിർബന്ധ ബാധ്യത അത്തരം ഗ്രാമക്കാർക്ക് വരില്ല എന്നോ, ഇങ്ങനെയല്ല ഇന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ പണ്ഡിയന്മാരും ഇമാമിയങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. ആ മനസ്സിലാക്കിയത് പ്രകാരം അവർ വിവരിച്ചിട്ടുമുണ്ട്. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയാണ് നടപ്പ്. വെള്ളിയാഴ്ച ജുമുഅയും പെരുന്നാളും കൂടി ഒന്നിച്ചു വന്നാൽ നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിക്കും ആദ്യം, അത് കഴിഞ്ഞിട്ട് ജുമുഅയും നടത്തും. ജുമുഅക്ക് നടത്താൻ സൗകര്യം ഉള്ളവരൊക്കെ കൂടും, അല്ലാത്തവർക്ക് എവിടെയാ പോയത് എവിടെയാ എത്തുന്ന വെച്ചാൽ അവിടെയൊക്കെ കൂടും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പതിവ്. അപ്പൊ ആ പതിവ് തെറ്റിക്കാൻ പറ്റിയ ഒരു പുതിയ തെളിവുകളൊന്നും ഏതെങ്കിലും വിഭാഗത്തിന് കിട്ടാനില്ല എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം, കിട്ടിയ തെളിവ് നമ്മളെ ഇമാമികൾ കൈകാര്യം ചെയ്ത് മസാല സ്ഥാപിക്കുകയും വിവരിക്കുകയും ചെയ്തിട്ടുള്ള തെളിവാണ്. അതടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഷാഫി മദ്ഹബുകാർ പ്രവർത്തിക്കുകയും വേണം. ഹനഫി മദ്ഹബുകാരും പ്രവർത്തിക്കും, അവരങ്ങനെ പ്രവർത്തിക്കുകയും വേണം. മദ്ഹബ് ഇല്ലാത്തവർക്ക് ഇവിടെ റോളില്ല, അവരുടെ ഇഷ്ടം പോലെ അവർ നടത്തിക്കൊള്ളട്ടെ.